ഹരി ഓം. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 43. ദോഷൈരേതൈ കുലജ്ഞാനം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാ. ശ്രീഹരേ നമ. വർണ്ണമിശ്രമത്തെ ഉളവാക്കുന്നതും ഈ വിധ ദോഷങ്ങളും കുലദ്രോഹികളുടെ ഇപ്രകാരമുള്ള ചെയ്തികൾ നിമിത്തം ജാതി ആചാരങ്ങളും കുലാചാരങ്ങളും നശിക്കുവാൻ ഇടയാകുന്നു. കുലദ്രോഹികൾ ആ കുലത്തെ തന്നെ നശിപ്പിക്കുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നശിപ്പിക്കുന്നു. കുലജ്ഞാനം ഏതൈ ദോഷൈഹി. കുലദ്രോഹികളുടെ ഈ വിധ ദോഷങ്ങൾ നിമിത്തം വർണ്ണസങ്കരകാരകൈഹി വർണ്ണമിശ്രമത്തെ ഉളവാക്കുന്ന ഉത്സാദ്യന്തേ നശിപ്പിക്കപ്പെടുന്നു. ജാതിധർമ്മ കുലധർമാശ്ച ജാത്യാചാരങ്ങളും കുലാചാരങ്ങളും ശാശ്വതാഹ വളരെ കാലമായി നിലനിന്ന് പോരുന്നു. ആചാരബദ്ധനായി തീർന്നത് മൂലം മനുഷ്യൻ ജാതി മതം കുലം തുടങ്ങിയ സങ്കുചിത വലയങ്ങളെ ഭേദിക്കുവാൻ ഉള്ള കരുത്ത് അവനുണ്ടാകുന്നില്ല. പരധർമ്മം കാണാൻ കഴിയാത്തവർക്ക് ജാത്യാചാരങ്ങളും കുലാചാരങ്ങളുമാണ് ധർമ്മം. അർജുൻ്റെ വാക്കുകളും അതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. കർമ്മകാണ്ഡ വേദഭാഗങ്ങളിലെ ആചാരങ്ങളിൽ തളയ്ക്കപ്പെട്ടുപോയ ഹൃദയത്തിൻ്റെ പൂർവപക്ഷങ്ങളായി മാത്രമേ ഈ വാക്കുകളെ കരുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കർമ്മകാണ്ഡ വേദഭാഗങ്ങളെ പുറന്തള്ളാൻ കൃഷ്ണൻ പിന്നീട് ആവശ്യപ്പെടുന്നു. ഈ വസ്തുത ഗീതയിൽ ജാതിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ചിലർ ആക്രോശിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഭഗവാൻ ഒരിക്കലും വർണ്ണവിവേചനം പറഞ്ഞിട്ടില്ല. ജാതിക്കൊക്കെ അധിഷ്ഠിതമായി ഓരോരുത്തരുടെയും മനസ്സ് പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രമേ ഭഗവാൻ ശ്രമിച്ചിരുന്നുള്ളൂ. ദുഷ്ടനിഗ്രഹമാണ് ഭഗവാന്റെ ജന്മത്തിൻ്റെ തന്നെ പ്രഥമമായിട്ടുള്ള ഉദ്ദേശ്യം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.